ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇത് കാസർഗോഡ് ഭാഗത്തൊക്കെ കല്യാണ പിറ്റേന്ന് പുയ്യാപ്പിളമാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നെയ്ക്കഞ്ഞിക്കായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ജീരകശാല അരിയാണ്. നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് ഈ അരി വേവിക്കാനായിട്ട് ഞാൻ 3 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിരുന്നു. ഇപ്പം അത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് അരിയിലേക്ക് 3 കപ്പ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളമായി. അപ്പം നമ്മുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ആറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ കഞ്ഞി നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റോളമായി. അപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായി വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കഞ്ഞി പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. നമുക്കിതിൽ ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടും ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയൊരു അടിപൊളി റെസിപ്പിയായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.